നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ജെയ്ഷെ മുഹമ്മദ് സംഘടനയുടെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മോമിനത്തിന്റെ വളർച്ച അതിവേഗമെന്ന് റിപ്പോർട്ട്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് അടുത്തിടെ രൂപീകരിച്ച ജമാഅത്ത് ഉൽ മോമിനോത്ത് എന്ന വനിതാ വിഭാഗത്തിൽ 5000-ലധികം സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തതായി റിപ്പോർട്ട്. വലിയ തോതിലുള്ള റിക്രൂട്ട്മെന്റ് നടന്നതായാണ് ജെയ്ഷെ തലവൻ മസൂദ് അവകാശപ്പെടുന്നത്. ഇവരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഇനി ജില്ലാ യൂണിറ്റുകൾ സ്ഥാപിക്കണമെന്നും ജെയ്ഷ് തലവൻ മസൂദ് അസർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചു. ആഴ്ചകൾക്കുള്ളിലുള്ള ഈ അംഗബല വർധന അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്നും പരിശീലനത്തിലെത്തുന്ന സ്ത്രീകൾ തങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്തിയെന്ന് പ്രതികരിച്ചതായും പോസ്റ്റിൽ പറയുന്നു. എല്ലാ ജില്ലകളിലും മുംതാസിമ അഥവാ മാനേജർ സ്ഥാനത്തേക്ക് ഒരു വനിതയെ നിയമിക്കുന്നു എന്നാണ് വിവരം. ഒക്ടോബർ 8-ന് ജെയ്ഷെ ആസ്ഥാനത്ത് ആരംഭിച്ച സംഘടനയിൽ പാകിസ്ഥാനിലെ ബഹവൽപൂർ, മുൾട്ടാൻ, സിയാൽകോട്ട്, കറാച്ചി, മുസഫറാബാദ്, കോട്ട്ലി എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് നിലവിൽ അംഗങ്ങളായത്. മസൂദ് അസറിന്റെ സഹോദരി സൗദിയയാണ് ജമാഅത്ത് ഉൽ മോമിനോത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലാണ് സാദിയയുടെ ഭർത്താവ് യൂസഫ് അസർ കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഉമർ ഫറൂഖിന്റെ ഭാര്യ ആഫിറയും ഭീകരവിഭാഗത്തിലെ മറ്റൊരു പ്രധാന മുഖമാണ്. വനിതകൾക്ക് ഓൺലൈനായാണ് പരിശീലനം നൽകുന്നത്. 40 മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലാസ്സിനായി 500 രൂപയാണ് ഫീസ് നൽകേണ്ടത്. IS, ഹമാസ്, LTTE തുടങ്ങിയ സംഘടനകളെ പോലെ സ്ത്രീകളെ പരിശീലിപ്പിച്ച ചാവേർ ആക്രമണങ്ങൾ നടത്താൻ തയ്യാറാകുകയാണ് ലക്ഷ്യം. ദൗറ-ഇ-തസ്കിയ എന്ന പേരിൽ 15 ദിവസത്തെ ഒരു ഇൻഡക്ഷൻ കോഴ്സ് കൂടി ഇവർക്ക് വേണ്ടി നടത്തപ്പെടുന്നുണ്ട്. പരിചയമില്ലാത്ത ഒരു പുരുഷനുമായും സംസാരിക്കരുത് എന്നുൾപ്പെടെയുള്ള വനിതകൾക്ക് കർശന നിയന്ത്രണങ്ങളും അംഗത്വത്തിന്റെ ഭാഗമായി നൽകുന്നു. ഭർത്താവിനോടല്ലാതെ മറ്റാരോടും സംസാരിക്കാൻ സംഘടന താൽപ്പര്യപ്പെടുന്നില്ല എന്ന് ചുരുക്കം. IS, ഹമാസ്, LTTE എന്നിവയുടെ മാതൃകയിൽ ഫിദായിൻ ആക്രമണങ്ങൾ നടത്താൻ വനിതാ സ്ക്വാഡുകളെ പരിശീലിപ്പിക്കുകയാണ് ഇവരുടെ പദ്ധതിയെന്നും സൂചനയുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെയാണ് വനിതാ വിഭാഗത്തെക്കുറിച്ചുള്ള വാർത്തകളും തലക്കെട്ടുകളാകുന്നത്. ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിനു പിന്നാലെ അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ സയ്യിദും ജെയ്ഷെ വനിതാ വിഭാഗം പ്രവർത്തകയായിരുന്നു. നേരത്തെ സംഘടന ആരംഭിച്ചപ്പോൾ വനിതാ വിഭാഗത്തിലെ അംഗങ്ങളെ ജെയ്ഷിന്റെ പുരുഷ അംഗങ്ങളെ പരിശീലിപ്പിക്കുന്നത് പോലെ പരിശീലിപ്പിക്കുമെന്ന് അസർ പറഞ്ഞിരുന്നു. പുരുഷാംഗങ്ങൾ 15 ദിവസത്തെ ദൗറ-എ-തർബിയത്ത് കോഴ്സിന് വിധേയരാകുന്നതുപോലെ വനിതാ അംഗങ്ങൾ ദൗറ-എ-തസ്കിയ എന്ന ഇൻഡക്ഷൻ കോഴ്സിൽ പങ്കെടുക്കും. ഈ പരിശീലനം മർക്കസ് ഉസ്മാൻ ഒ അലിയിൽ വെച്ചായിരിക്കും നടത്തുന്നത്. ഈ ബ്രിഗേഡിൽ ചേരുന്ന സ്ത്രീകൾക്ക് അസർ കർശനമായ നിയമങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവുമായോ അടുത്ത കുടുംബാംഗങ്ങളുമായോ അല്ലാതെ മറ്റ് അന്യപുരുഷന്മാരുമായി ഫോണിലൂടെയോ മെസ്സഞ്ചറിലൂടെയോ സംസാരിക്കാൻ പാടില്ല എന്നതാണ് അതിലൊന്ന്. കൂടുതൽ ചരിത്ര വാർത്തകളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.